നമസ്കാരം, വെൽക്കം ടു ഫൺസൈ. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു എയർ ഡ്രോപ്പ് ആയിട്ടാണ്. ബൈറ്റ് നോവ എന്ന് പറയുന്നത് എഡ്ജ് AI ടെക്നോളജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആപ്ലിക്കേഷനിൽ ചെറിയ സ്വതന്ത്ര യൂണിറ്റുകളായി പാക്ക് ചെയ്ത് എളുപ്പത്തിൽ ഏതെങ്കിലും ഉപകരണത്തിലൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഗെയിം അല്ലെങ്കിൽ നമ്മുടെ വലിയ ഡേറ്റ പ്രോഗ്രാമിങ്ങുകളൊക്കെ ഉള്ള GPU ഉപയോഗിച്ചിട്ടും AI മോഡലുകൾ വേഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവർ ഓൾറെഡി 15 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഫോറം വെഞ്ചേഴ്സ്, മെറ്റാവേഴ്സ് ഗ്രൂപ്പ്, NVIDIA ഒക്കെയാണ് ഇവരുടെ ബാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. ദെൻ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ പ്രൊഫൈൽ ഒന്ന് എടുക്കുക. അപ്പോൾ പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സോഷ്യൽ അക്കൗണ്ട്സ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ട്വിറ്റർ കണക്ട് ചെയ്യുക, അതേപോലെ ഡിസ്കോഡ് കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ മെയിലും കൂടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ ആദ്യം ട്വിറ്ററാണ് കണക്ട് ചെയ്യുന്നത്. ട്വിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്കോഡാണ് നെക്സ്റ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കോഡും കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൽ കണക്ട് ചെയ്യാം. അപ്പം മെയിൽ കണക്ട് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിൽ ID കൊടുക്കുക നിങ്ങളുടെ. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ സെൻഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ സെൻഡ് കോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൽ IDയിലേക്ക്, ആദ്യം നിങ്ങൾ മെയിൽ ID കൊടുത്തല്ലോ, ആ ഒരു മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് ഒരു കോഡ് റിസീവ് ആവുന്നതായിരിക്കും. ആൻഡ് ആ കോഡ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫൈ ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഏകദേശം സെറ്റ് ആവുന്നതായിരിക്കും. പ്രൊഫൈൽ സെറ്റ് ആയതിനു ശേഷം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ റിവാർഡ്സ് എടുക്കുക. റിവാർഡ്സ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. ക്വസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സോഷ്യൽ ടാസ്കുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു സോഷ്യൽ ടാസ്ക് എല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക 1 by 1 ആയിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഓൾറെഡി നമ്മൾ ആദ്യത്തെ 2 സോഷ്യൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ അക്കൗണ്ട്സ് കണക്ട് ചെയ്യുന്നതിലൂടെ. ദെൻ ബാക്കിയുള്ള ടാസ്കുകളും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അവരുടെ ട്വീറ്റ്സിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുപോലുള്ള സിമ്പിൾ ടാസ്കുകളാണ് ഉള്ളത്. സോ നിങ്ങൾ അതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡെയിലി ചെക്കിനും ഉണ്ട്. സോ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. വീക്ക്ലി ഇത് റീഫ്രഷ് ആവുന്നതായിരിക്കും. സോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 7 days നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ റീഫ്രഷ് ആവുന്നതായിരിക്കും. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ഫീ പോകുന്നതായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് BNB നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. സോ നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഡെയിലി ചെക്കിൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഡെയിലി ചെക്കിൻ നിങ്ങൾ മറക്കാതെ മിസ് ചെയ്യാതെ ചെയ്യേണ്ടതാണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ലീഡർ ബോർഡ് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ലീഡർ ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർ ബോർഡ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ ചെയ്താൽ നിർബന്ധമുള്ള കാര്യമല്ല, എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. എഡിറ്റ് പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അവതാരം അവിടെ മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാം വേണമെങ്കിൽ. ആൻഡ് ഇവിടെ നിങ്ങളുടെ നെയിമും മാറ്റാവുന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്ത വാലറ്റ് അഡ്രസ്സാണ് നെയിമായിട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കാവുന്നതാണ്. സോ ഞാൻ ഇവിടെ എൻ്റെ പേരാണ് കൊടുക്കുന്നത്. ആൻഡ് അത് വേണം എന്നില്ല, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് തന്നെ അവിടെ കിടന്നിട്ട് യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് ഞാനിവിടെ അവതാറും അതേപോലെ തന്നെ എൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ ഇവിടെ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇതിനകത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈറ്റ് നോവയുടെ ഒരു ആൻറ്റി ബോട്ട് റോൾ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവരൊരു ഗാലക്സി ടാസ്ക് വരും. ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ബോട്ട് അല്ല, നിങ്ങളൊരു ഹ്യൂമൻ ആണെന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഗാലക്സി ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ടാസ്കിൻ്റെ ലിങ്കിലേക്ക് പോവാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു സൈറ്റിലേക്ക് പോകാം.
അപ്പോൾ നമ്മളിതാ ഗാലക്സി ടാസ്ക് എന്ന ഈ സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ കുറച്ച് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഗാലക്സി F3 സ്കോർ 1 മുകളിൽ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഗാലക്സി ആപ്പിൽ നിങ്ങൾ 7 ഡേയ്സിനുള്ളിൽ ലോഗിൻ ചെയ്തിരിക്കണമായിരുന്നു. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ടാസ്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. Web3 സ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാലക്സി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. 1 മന്ത് ഏകദേശം $1.9 ഫീ മാത്രമേ വരുന്നുള്ളൂ. സോ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗാലക്സി ടാസ്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ബാക്കി ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഈ ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം തന്നെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ലാസ്റ്റ് 2 ടാസ്കുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ബേസ് മെയിൻ നെറ്റില് നിങ്ങൾ ഒരു 10 USDT ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും തന്നെ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ബേസ് മെയിൻലെറ്റിലും ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആഡ് ചെയ്യുക, ദെൻ ഒന്ന് ഹോൾഡ് ചെയ്തേക്കുക. നമ്മുടെ ഈ ഒരു ടാസ്കിൻ്റെ റോള് ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേക്കുക. ദെൻ ഇനി സെക്കൻഡ് ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു ക്വിസ് ആണ്. അപ്പൊ ഈ ഒരു ക്വിസിന്റെ ആൻസർ എന്ന് പറയുന്നത് അവരുടെ ഗാർഡിയൻസിനെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. അവരൊരു 6-7 ഓപ്ഷൻ തരും. ഇതിനകത്ത് അവരുടെ ഗാർഡിയൻ അല്ലാത്തത് ആരാന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവരുടെ ഗാർഡിയൻസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡിസ്കോഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഡിസ്കോഡ് പേജ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഗാർഡിയൻസ്. ഇതാ കണ്ടോ, 6 ഗാർഡിയൻസ് ആണ് ഇവർക്കുള്ളത്. ഈ 6 പേരുടെ പേരല്ലാത്ത ഒരു പേര് നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ കാണുകയാണ്. ഇത് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരുന്നാൽ മാത്രം മതി. അതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വിസൂടെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ആന്റിബോട്ട് റോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടതായിട്ടാണ്. ബിക്കോസ് 26-ാം തീയതി വരെ ഉള്ളൂ, ഏപ്രിൽ 26-ാം തീയതി വരെ ഉള്ളൂ ഇവരുടെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം, കാരണം നമ്മുടെ ഒട്ടും ടൈമില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗായ്സ്.